നാഷണൽ അവാർഡ് ഇപ്രാവശ്യത്തേത്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. നേരത്തെ സൂചിപ്പിച്ച പോലെ കിരൺ ദാസ് എന്ന പുതുമുഖ സംവിധായകൻ ഒരുപാട് സിനിമകൾ എഡിറ്റ് ചെയ്ത് ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ടുള്ള ഒരു ടെക്നീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ് ഉന്മാദം. അതുപോലെ തന്നെ അദ്ദേഹം ഷാഹി കബീർ എന്ന തിരക്കഥാകൃത്തിനോടൊപ്പം ചേരുന്ന ആദ്യത്തെ ഒരു സിനിമയും കൂടിയാണ്. ഷാഹിയുടെ കൂടെ ഞാൻ ചെയ്യുന്ന മൂന്നാമത്തെ സിനിമയാണ് നായാട്ട ഓഫീസർ ഓൺ ഡ്യൂട്ടി. അത് കഴിഞ്ഞ് ഉന്മാദത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്, ഒരേ കോളേജിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. എവിടെ ഷാഹി ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ആ ഒരു സ്നേഹമുണ്ട്. പിന്നെ ഒരുപാട് പുതിയ ആൾക്കാരുടെ കൂടെ അഭിനയിക്കാനുള്ള അവസരം ലഭിച്ചു. നേരത്തെ സൂചിപ്പിച്ച പോലെ ലിജോമോളുടെ കൂടെ ആദ്യമായിട്ടൊരു വേദി ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ സാധിച്ചു. ഇവിടെ വേറെ ഉണ്ണിയിലാലൊക്കെ വന്നിട്ടുണ്ട്, ഉണ്ണി ഗോകുലൻ, അവരോടുകൂടെ ഞാൻ വേറെ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ രണ്ട് ചോട്ടാസ് ഇവിടെ ഇരിപ്പുണ്ട്. കൃഷ്ണപ്രഭ എൻ്റെ തിരിച്ചുവരവിലെ ഗുലുമാല തൊട്ടുള്ള ഒരു അഭിനയ എന്താ പറയുക അഭിനയം ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാർ, പിന്നെ ഈ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഒരുപാട് സുധീഷുണ്ട്, ഷാജു ഉണ്ട്, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷേ അതിനപ്പുറം ഉന്മാദം എന്ന സിനിമയിലേക്ക് വരുമ്പോൾ നേരത്തെ പലരും പറഞ്ഞ പോലെ പോലീസ് കഥ അല്ലെങ്കിൽ ഡാർക്ക് ത്രില്ലർ മിസ്റ്ററി എന്ന് പറഞ്ഞതിനപ്പുറം എന്താണ് ഉന്മാദത്തിന് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളൊരു ഒരു ആലോചന പുറത്താണ് ഉന്മാദം സംഭവിച്ചിരിക്കുന്നത്. കാരണം ഇതിൻ്റെ കഥ വർഷങ്ങൾക്ക് മുമ്പ് പല രീതികളിൽ പല ആളുകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളൊരു കഥയാണ്. പക്ഷെ അത് ഉന്മാദം എന്ന സിനിമയായിട്ട് മാറുമ്പോൾ അതിൻ്റെ ഒരു പരിണാമം ഏറ്റവും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപാട് മാറ്റങ്ങൾ, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ടെക്നോളജി മാറ്റത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളെല്ലാം ആ കഥയ്ക്കും തിരക്കഥയ്ക്കും അതിൻ്റെ അവതരണത്തിലും എല്ലാം വന്നിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് ക്യാമറയുടെ മുമ്പിലും പിന്നിലും അല്ലെങ്കിൽ കൂടെയും നിന്നിട്ടുള്ള ആൾക്കാരുടെ ഭാഗത്ത് നോക്കുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഉന്മാദം ഒരിക്കലും ഒരു എന്താ പറയുക, നിങ്ങളെ രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് ഭയപ്പെടുത്തുന്ന സിനിമയായിരിക്കില്ല. അത് നിങ്ങൾക്ക് രണ്ടാമതും മൂന്നാമതും കാണാനായിട്ട് തോന്നിപ്പിക്കുന്ന ഒരു സിനിമയാക്കി മാറ്റാനായിട്ട് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കട്ടപ്പണിയെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടീസറിൽ വന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ആ സമയം കണ്ടെത്തി ഈ സ്നേഹം ഞങ്ങൾക്ക് കാണുവാനായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് നൽകുവാനായിട്ട് വന്നതിന് ഒരുപാട് നന്ദി. സോ അതുകൊണ്ട് തന്നെ ഒരു നല്ല സിനിമയായിട്ട് തന്നെ ഉന്മാദം നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് ഞങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അത് തീർച്ചയായിട്ടും അതിനുള്ള എല്ലാ 100-110% ഞങ്ങളുടെ ആത്മാർത്ഥമായിട്ട് പരിശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ട്രെയിലറിലൂടെയും ഇനി അതിനുശേഷമുള്ള ഗാനങ്ങളിലൂടെയും 31-ാം തീയതി തിയേറ്ററിൽ വരുമ്പോൾ ആ സിനിമയിലൂടെയും അത് ഞങ്ങൾക്ക് നിറവേറ്റാനായിട്ട് സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഒന്നും പറയുന്നില്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത പോലീസ് കഥാപാത്രങ്ങളിൽ നിന്നും അല്ലെങ്കിൽ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു സിനിമ തന്നെയാണ് ഉന്മാദം. നേരത്തെ എൻ്റെ പേര് ചോദിച്ചില്ല, അമിൻ. ഓക്കെ, നേരത്തെ അമിൻ സൂചിപ്പിച്ച പോലെ ഇതിൽ കുറച്ച് സൂപ്പർ നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവാം. പക്ഷെ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ശരിയല്ലാതെ ആവാം. അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആൾക്കാരിൽ കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. ഇമോഷൻസ് ഉണ്ട്, ത്രില്ലുണ്ട്, മിസ്റ്ററി ഉണ്ട്, ഡാർക്ക്. ഇതിന് മുമ്പുള്ള ഷാഹി സിനിമകളുടെ അത്രയും ഡാർക്കല്ല എന്തായാലും. അത് തിരക്കഥാകൃത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി മറിച്ചെന്തെങ്കിലും തോന്നുകയാണെങ്കിൽ പുള്ളിയുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തരാം. പുള്ളി വിളിച്ച് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. സോ ഉന്മാദം എന്നുള്ള സിനിമ 31-ാം തീയതി തിയേറ്ററിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്നേഹവും ഈ ഒരു സപ്പോർട്ടും തീർച്ചയായിട്ടും തിയേറ്ററുകളിലും ലഭിക്കും അല്ലെങ്കിൽ നൽകും എന്നുള്ള വിശ്വാസത്തോടുകൂടി താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ സെഗ്മെന്റ് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഉന്മാദം തരുന്ന കുറേ കാര്യങ്ങൾ ചാക്കോച്ച. താങ്ക് യു ചക്കച്ച. പിന്നെ കിരൺ ചേട്ടാ, ഷായിക്ക, എല്ലാവരോടും താങ്ക് യു. ഈ ഒരു ക്യാരക്ടർ പരിപാടി എനിക്ക് തന്നതിന് അതിൽ ഈ ടീമിന് ഞാൻ ആക്ച്വലി ഇങ്ങനെ ഒരു വലിയ പരിപാടി ഒന്നുമില്ലെങ്കിലും ഈ ഒരു ഫാമിലിയിൽ ഭാഗമാകാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ നിങ്ങളെപ്പോലെ ഞാനും ഈ സിനിമയ്ക്ക് വേണ്ടി ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. സോ ഒരു ഓഫീസർ പോലെ അടുത്തൊരു നമ്മുടെ സ്വന്തം ചാക്കോച്ചൻ്റെ ഒരു ഭീകര ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കാരണം ആ പടത്തിൽ ഞാനുണ്ട്, ഈ പടത്തിൽ ഞാനുണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും സിനിമ ജനുവരി 30 കാണുക. സോറി, ജൂലൈ 30 റിലീസാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ കൂടി സിനിമ കാണുക. താങ്ക് യു സോ മച്ച്. ഇതിൽ ഇവൻ്റെ കാര്യം പ്രത്യേകം പറയാനുണ്ട്. ഇവൻ ഭയങ്കര
ജയേന്ദ്രനാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഈ പടത്തിലെ ഡയലോഗുകൾ മൊത്തം ഇവർക്ക് ഉണ്ട്. ഇവനാണെങ്കിൽ ഫുൾ ടൈം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. ഈ വാതുറക്കാനായിട്ട് ഡയലോഗിന് വേണ്ടി വാതുറക്കാൻ സമ്മതിക്കത്തില്ല, ഭക്ഷണം കഴിക്കാനായിട്ട്. ഇതാണെങ്കിൽ ഭക്ഷണം കഴിക്കും, ഡയലോഗും പറയും. അപ്പം അതിൻ്റെ ഒരു വിഷമം ഇവനുണ്ടായിരുന്നു. ഈഗോ. ഞാൻ പറഞ്ഞ മക്കളെ, ഇതാണ് കല്യാണം കഴിഞ്ഞാലും കല്യാണത്തിന് മുമ്പാണെങ്കിലും ഇത് തന്നെയാണ് പരിപാടി. നമ്മുടെ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയിൽ എന്താണ് മോൾക്ക് പറയാനുള്ളത്? എനിക്ക് ഈ ലിജ ചേച്ചിയും ചാക്കോച്ചനങ്ങളും ശരിക്കും അമ്മയും അച്ഛനെയും പോലെ തന്നെയാണ് എനിക്ക് ഇതായിട്ടുള്ളത്. പിന്നെ ചാക്കോച്ചനങ്ങൾ എനിക്ക് കുറച്ച് മാജിക്കും പിന്നെ ഡാൻസ് ഇങ്ങനെ കളിച്ച് കളിക്കും. എനിക്കത്ര നല്ല സെറ്റായിരുന്നു. എന്റെ മോൻ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നോട്. ചാക്കോച്ചൻ്റെ ഒരു വലിയ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്ത് ചോദിച്ചപ്പോ ഇനി നിന്റെ ചാൻസ് ആണ് ഇതിന്റെ മേളിലെ ഡയലോഗ് പറയാനുള്ളത്. എനിക്ക് ആകെ പറയാനുള്ളത്, വളർന്നു വന്ന കലാകാരന്മാരോടൊപ്പം ഞങ്ങൾ ഇനി വളർന്നു വരാൻ പോകുന്ന കലാകാരന്മാരെയും കൂടി സപ്പോർട്ട് ചെയ്യാനുള്ളത്. പിന്നെ എല്ലാവരും സിനിമ വഴി കാണുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ ഏറ്റവും നല്ലൊരു ടീമിൻ്റെ കൂടെ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞ വലിയ സന്തോഷം. ഈ സിനിമയുടെ വിജയത്തിൽ കുറിച്ചൊന്നും അല്ലാതെ കാര്യമായിട്ട് പറയുന്നതല്ലാതെ നമ്മൾ ഈ സിനിമയുടെ ഒരു സക്സസ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളെവരെയും ഈ സിനിമ കണ്ട് വിജയിപ്പിക്കണം എന്ന് പറയുന്ന കൂട്ടത്തിൽ നാളെ ഫൈനലാണ് അർജന്റീനയുടെ വിജയവും നമ്മൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അതുകൊണ്ടാണ്. താങ്ക് യു സർ. ഇതൊരു ടാക്ടിക്കൽ മൂവ് ആയിരുന്നു അല്ലേ? നമ്മുടെ എല്ലാവരുടെയും എനർജി കൂട്ടാനായിട്ട് അർജന്റീന ജയിക്കണം, ഇല്ല സ്പെയിൻ. ഓക്കെ, രണ്ടുപേരും അവിടെ കട്ടയ്ക്കുണ്ട്. കൃഷ്ണപ്രഭ ചേച്ചി, യെസ്, എന്താണ് പറയാനുള്ളത്? ഹൗ എക്സൈറ്റഡ് ആയി? എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഏതൊരു അഭിനേതാവിനും വലിയൊരു ആഗ്രഹമാണ് ഇപ്പോഴത്തെ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ടീമിനോടൊപ്പം അപ് ടു ഡേറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് എല്ലാ ആക്ടേഴ്സിൻ്റെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാനും ഏറെ ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ക്യാൻസർ വീക്കിലൊക്കെ പതിവുപോലെ തന്നെ നടക്കുന്നുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഷായിക്കയുടെ ഒരു റൈറ്റിങ്ങിൽ നമുക്ക് അഭിനയിക്കാൻ സാധിക്കണം എന്ന് പറയുന്നത് എല്ലാ ഒരു ആക്ടേഴ്സിൻ്റെയും ഒരു ഡ്രീമാണ്. നല്ലൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ വിളി വന്നതും ഞാൻ എനിക്കിതിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതും ഒക്കെ വലിയ സന്തോഷമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു സ്വപ്നം കാണുന്ന ഒരു വേദി തന്നെയായിരുന്നു ഇത്. കാരണം നമ്മളും കൂടെ ഭാഗമായുള്ളൊരു സിനിമയുടെ ഒരു ട്രെയിലർ ലോഞ്ചോ അല്ലെങ്കിൽ ഓഡിയോ ലോഞ്ചോ ഒക്കെ ഇതുപോലെ ലുലു മോളിൽ വെച്ച് നടക്കുക, ഇതിൽ നിറഞ്ഞ സദസ്സിൽ നടക്കുക എന്നൊക്കെ പറയുന്നത് എല്ലാ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ സ്വപ്നം കണ്ടാലെല്ലാം സാധിക്കും എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചതിലാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എല്ലാവരും ചാക്കോച്ചൻ നേരത്തെ പറഞ്ഞ ഗുരുമാല, അന്ന് ഗുരുമാലിനെ കണ്ട ചാക്കോച്ചനെ അല്ല ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ കാണാൻ മീൻസ് ക്യാരക്ടേഴ്സ് വൈസ് നമുക്ക് അദ്ദേഹം തരുന്നത് വളരെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമായിട്ടാണ്. അപ്പോൾ അത്തരം ചേഞ്ചസിനോടൊപ്പം നമുക്കും ഭാഗമാവാൻ പറ്റുന്നു എന്നുള്ളതിനാണ് ഏറ്റവും വലിയ സന്തോഷം. ലിജോയായിട്ടും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു വണ്ടർഫുൾ ടീമിനൊപ്പം ഷാജിച്ചേട്ടനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ സെറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ എല്ലാവരുമായിട്ടും നല്ലൊരു പ്രൊഡക്ഷനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച്. ഈ പടം എല്ലാവരും നമ്മൾ തിയേറ്ററുകളിൽ കാണുക, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. താങ്ക് യു. ഡെഫിനറ്റ്ലി ഒരു ഡ്രീം കം ട്രൂ മൊമെന്റാണ്. ആദ്യം തന്നെ എല്ലാവർക്കും നമസ്കാരം. എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഈ ഒരു ഈവനിങ്ങിൽ ഇവിടെ എത്തിയതിന് എല്ലാവർക്കും നന്ദി പറയുന്നു. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് പ്രൊഡക്ഷനിൽ നിന്ന് തുടങ്ങി എഡിറ്റർ, ഡയറക്ടർ, അതേപോലെ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ചാക്കോച്ചനായിക്കോട്ടെ, ബാക്കിയെല്ലാം എൻ്റെ എല്ലാ കോ ആക്ടേഴ്സും അത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്.
എങ്ങനെയാണ് സിനിമയിലേക്ക് വെൻ യു ഡിസൈഡ് ഓക്കെ ഐ ആം ഗോണ ബി എ പാർട്ട് ഓഫ് ദിസ് ഫിലിം നേരത്തെ ഇൻക്രെഡിബിൾ ടീമിന്റെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റിയതിന് സന്തോഷം പറഞ്ഞു. വാട്ട് പോയിന്റ് യു ഡിസൈഡ് ഈ സിനിമ ഞാൻ ചെയ്യാനായിട്ട് പോവാണെന്നുള്ളത് അത് പറഞ്ഞപ്പോഴും ഭയങ്കര ചെയ്യാനല്ലോ. ഇല്ല, ഷാഹിക്കയുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഷാഹിക്കയുടെ എല്ലാ സിനിമകളും തന്നെ ഹിറ്റാണ്. അതേപോലെ എല്ലാം നമ്മൾ പറയുന്നുണ്ട്, എല്ലാം പോലീസ് സ്റ്റോറീസ് ആണ്, പക്ഷേ എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ആദ്യത്തെ കോള് ഇങ്ങനെ ഒരു കഥയുണ്ട് വന്ന് കേൾക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എക്സൈറ്റഡ് ആയിരുന്നു. തീർച്ചയായിട്ടും കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ പറഞ്ഞു ഞാൻ ചെയ്യാം. എനിക്ക് ഇതിൽ പേഴ്സണലി ചെയ്യാൻ തോന്നി അല്ലെങ്കിൽ ആഗ്രഹം തോന്നി 1-2 കാര്യങ്ങളുണ്ട്, അതിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് കഥ കേട്ടതേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സിനിമ റിലീസായതിനു ശേഷം നമുക്ക് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇപ്പൊ BTS വീഡിയോ നമ്മൾ കണ്ടപ്പോൾ ഞാൻ പറയുണ്ടായി ഇത് ത്രില്ലിംഗ് ആയിട്ടുള്ള മൊമെന്റ്സ് ആണ് നമുക്ക് തരുന്നതെങ്കിലും നിങ്ങളെല്ലാവരും വളരെ ജോളി ആയിട്ട് ചിരിച്ചുകൊണ്ടൊക്കെയാണ് സിനിമയുടെ ഭാഗമായതല്ല. സോ ഐ തിങ്ക് ടീസറിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം എന്തോ അൺനാച്ചുറൽ ആയിട്ടുള്ള അസാധാരണമായിട്ടുള്ള ഒരു കാര്യത്തെ ചുറ്റിപ്പറ്റിയാണ് പോകുന്നത്. അതുപോലെ എന്തെങ്കിലും ഇൻസിഡന്റ് ഹോണ്ടിങ് ആയിട്ടുള്ള ഇൻസിഡൻസ് അല്ലെങ്കിൽ അങ്ങനെ നെഞ്ചു പിടിച്ചൊളിക്കുന്ന എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് സെറ്റിൽ ഉണ്ടായിരുന്നു? ഇല്ല, സെറ്റിൽ നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ കൂളായിട്ട് ആണ് ഷൂട്ട് ചെയ്തിരുന്നത്. പ്രത്യേകിച്ച് ചാക്കോച്ചൻ ഇടയ്ക്ക് ഇടവേളകളിൽ മാജിക് ഷോസ്, ഡാൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇല്ല, അങ്ങനത്തെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയായി അതെ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ്. നമ്മൾ ടീച്ചറൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ എല്ലാ പ്രേക്ഷകരും എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ലിജോ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ ദർ ഇസ് സംതിങ് കമ്മിങ് അപ്പ് ഇൻ ദ ഫിലിം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് എലിമെന്റ് മുൻനിർത്തി തന്നെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. വി ആർ ഈഗർലി ലുക്കിംഗ് ഫോർവേഡ് ടു ദ റിലീസ് ഓഫ് ദ ഫിലിം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. തീർച്ചയായിട്ടും സിനിമയിലേക്ക് വന്നിട്ടാണ്. പോലീസിൽ ഉന്മാദത്തിനുള്ള സമയമില്ല. ഇല്ല, ഇത് സിനിമയിലിരിക്കുമ്പോൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ എന്താണ് പ്രേക്ഷകർ ഉന്മാദം കാണാനായിട്ട് വരുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? പ്രേക്ഷകരോടായിട്ട് എന്താണ് ഷായി കബീർ? നമ്മൾ മലയാളികൾ എല്ലാവരും പറയും പോലീസ് കഥകളുടെ അഗ്രഗണ്യനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? വാട്ട് വി ഹാവ് ടു എക്സ്പെക്ട് വെൻ വി കം ടു വാച്ച് ഉന്മാദം? ഇത് കുറച്ചുകൂടെ ഒരു ഫാമിലി അല്ലെ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലൊക്കെ ഉള്ള ഒരു സിനിമയാണ്. അത് എൻ്റെ മറ്റ് സിനിമകളൊക്കെ കുടുംബ പ്രേക്ഷകർക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയില്ല. എനിക്ക് തോന്നുന്നു ജോസഫ് ഓഫീസറും ഡ്യൂട്ടിയാണ്, എന്നാലും അതിനൊരു ഡാർക്ക് സ്വഭാവമുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടെ ലൈറ്ററാണ്, കുറേ കൂടെ ലെയറുകളിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. അബ്സല്യൂട്ട്ലി. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ കാര്യമാണ് പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടെ രണ്ടാമത് കാണാനുള്ള ധൈര്യം പലപ്പോഴും കിട്ടാറില്ല. വാട്ട് അബൌട്ട് യു? അത് റിപ്പീറ്റ് അടിച്ച് പിന്നെ കാണാറുണ്ടോ സിനിമകളെല്ലാം? ഞാൻ സത്യസന്ധമായി പടം റിലീസ് കഴിഞ്ഞാൽ പിന്നെ ഇന്നൊരു സിനിമയും തിരിഞ്ഞു നോക്കും. കാണാൻ തോന്നിയിട്ടില്ല, കാണാറില്ല. കണ്ടിട്ടില്ല? ഒരു സിനിമയും കണ്ടിട്ടില്ല? ഇല്ല. എന്തുകൊണ്ടാണ് സർ ഇതുപോലെ മനക്കെട്ടി? അല്ല, അത് കാണുന്നതിന് മുമ്പ് നമ്മളൊരു 100 പ്രാവശ്യം കണ്ടുപോയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ മേ ബി ഉന്മാദം കുറച്ചുകൂടെ ലൈറ്റർ സിനിമ ആയതുകൊണ്ട് റിലീസിന് ശേഷം നമുക്കത് വേണമെങ്കിൽ കണ്ടു നോക്കാം അല്ലേ? ആ, തീർച്ചയായും. ഓൾ റൈറ്റ്, താങ്ക് യു സോ മച്ച്.